ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാകാനുള്ള വഴികളാണോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരയുന്നതെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ട്രംപ് ആകട്ടെ ഇന്ത്യയും ചൈനയും നരകമെന്ന് വിശേഷിപ്പിക്കുന്ന വംശീയ പരാമർശമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിനോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക കൂടി ഇവിടെ ഉണർന്നു വരികയാണ്. ജന്മാവകാശ പൗരത്വത്തെ വിമർശിക്കുന്ന കുടിയേറ്റ വിരുദ്ധ പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിലൂടെ, അതായത് ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച സുപ്രീം കോടതി കേസിൽ ട്രംപ് കക്ഷി ചേർന്ന സമയത്താണ് ഈ ഒരു വിവാദ നീക്കം ഉണ്ടായിരിക്കുന്നത്. റേഡിയോ അവതാരകനായ മൈക്കിൾ സവോച്ച് എഴുതിയ വംശീയമായ ഉള്ളടക്കമുള്ള കത്ത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു രീതിയിലുള്ള പ്രസ്താവന ട്രംപ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഏറെ അങ്ങേയറ്റം വംശീയ വിദ്വേഷം നിറഞ്ഞ 4 പേജുകളുള്ള കത്താണ് ട്രംപ് തന്റെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഈ കത്തിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ നരകക്കുഴികൾ എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മൈക്കിൾ സവോച്ചിന്റെ വീഡിയോ അടക്കം ട്രംപ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ആശങ്കാജനകമാക്കുന്ന മറ്റൊരു കാര്യം. ജനനമനുസരിച്ച് പൗരത്വം നൽകുന്ന അമേരിക്കയിലെ പൗരത്വ നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സവോച്ച് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകൾ അമേരിക്കയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെ അവർക്ക് ഉടനടി തന്നെ അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് അവരുടെ കുടുംബത്തെ മുഴുവൻ ഈ നരക കുഴികളിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്നതാണ് കത്തിലെ ആരോപണമായി തന്നെ പറയുന്നത്. ഈ ഒരു കത്തിന്റെ പേരിൽ പോലും വലിയ രീതിയിൽ അതായത് ഇന്ത്യ ബന്ധം കൂടുതൽ വഷളാകുമോ എന്ന ഒരു ഭീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിലെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു കത്ത് ഇവിടെ കത്തിൽ ഇത്തരം ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സ്വമേധയാ പൗരത്വം ലഭിക്കുന്ന രീതി കുടിയേറ്റക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് ഇതിലെ പ്രധാനമായ ആരോപണം. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉള്ളവർ ഇവിടെ വന്നുകൊണ്ട് പ്രസവിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ഉടൻ തന്നെ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് ആ ഒരു കുട്ടി വഴി അവരുടെ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ഇത് കൂടുതൽ സഹായകരമാകുന്നുവെന്നും കത്തിൽ ആരോപണമായി തന്നെ ഉന്നയിക്കുകയാണ്. കാലിഫോർണിയയിലെ സാങ്കേതിക മേഖലയിലെ ജോലികളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർ ആധിപത്യം പുലർത്തുന്നുവെന്നും ഇതിനാൽ തന്നെ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ജനനത്തിലൂടെയും പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ കോടതികളിലോ അഭിഭാഷകരോ അല്ല തീരുമാനിക്കേണ്ടതെന്നും മറിച്ചൊരു ദേശീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കണം, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനം എടുക്കണമെന്നും ഈ കത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുടിയേറ്റ നിയമങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനെ കുറ്റവാളി സംഘടന എന്നതാണ് സവോച്ച് ഈ കത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങൾ, ആധുനിക കാലഘട്ടത്തിലെ കുടിയേറ്റ രീതികൾ അതിനനുയോജ്യമല്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടികളോടുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കുടിയേറ്റക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പൊതുസേവനങ്ങൾ ചൂഷണം ചെയ്യുന്നത് അത് വലിയ രീതിയിൽ നികുതിദായകർക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നു എന്നതാണ് കത്തിൽ വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.